ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ മണ്ഡലത്തിലെ സർക്കാർ നഴ്സിംഗ് കോളേജിന് അംഗീകാരമില്ലാത്ത സംഭവത്തിൽ പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ. നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പഠിപ്പ് മുടക്കി പ്രതിഷേധിക്കുന്നത്. സർക്കാർ നഴ്സിംഗ് കോളേജിന് കൗൺസിലിന്റെ അംഗീകാരമില്ലാത്ത വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. വിവരങ്ങളുമായി സിജി ഉമേഷ് ശരിയാണ്. ഉമേഷ്, എത്രത്തോളം പ്രതിഷേധം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്? കഴിഞ്ഞ വർഷമാണ് മന്ത്രി വീണ ജോർജ് സ്വന്തം മണ്ഡലമായ ആറന്മുള പത്തനംതിട്ടയിൽ സർക്കാർ നഴ്സിംഗ് കോളേജ് ആരംഭിച്ചത്. 60 വിദ്യാർത്ഥികളാണ് സർക്കാർ സ്ഥാപനത്തിൽ പഠനത്തിനായി ചേർന്നത്. എന്നാൽ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെയാണ് ഈ കോളേജ് അടക്കം കേരളത്തിൽ 24 കോളേജുകൾ പ്രവർത്തിക്കുമെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെ സർക്കാർ കോളേജ് ആയതുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ വലിയ പ്രതിസന്ധി വിദ്യാർത്ഥികൾ നേരിടുന്നുണ്ടായിരുന്നു. ഇവരുടെ ഒന്നാം സെമസ്റ്റർ പരീക്ഷാ ഫലം പോലും കൗൺസിലിന് അംഗീകാരമില്ലാത്തത് കൊണ്ട് ആരോഗ്യ സർവകലാശാല തടഞ്ഞു വെച്ചിരുന്നു. പിന്നീട് ഭരണസ്വാധീനം ഉപയോഗിച്ച് വാർത്ത വിവാദമായതോടുകൂടി ഒന്നാം സെമസ്റ്ററിന്റെ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചെങ്കിലും ഈ കുട്ടികളുടെ ഭാവി എന്താകുമെന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാരോ ആരോഗ്യ വകുപ്പോ പറയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രിയും ഒപ്പം കോളേജ് അധികൃതരുമായ ഒക്കെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ സംസാരിക്കുമ്പോഴും കൃത്യമായ ഒരു മറുപടി ഇവർക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരമില്ലാതെ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയാൽ അവരുടെ ഭാവി എങ്ങനെയാകുമെന്ന കാര്യത്തിൽ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ മറുപടി ലഭിക്കാതെ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. 60 വിദ്യാർത്ഥികളാണ് ഈ കോളേജിൽ, സർക്കാർ നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്നത്. ഈ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പ്രതിഷേധവുമായി പഠിപ്പ് മുടക്കി രംഗത്ത് വന്നിരിക്കുന്നത്. ഈ കോളേജിൽ നിന്ന് പ്രകടനമായി ഇപ്പോൾ ഇവർ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുൻപിൽ പ്രതിഷേധിച്ച് പ്രകടനം നടത്തുകയാണ്. 60 വിദ്യാർത്ഥികളുണ്ട്. ഇവരുടെ പലരും ഇപ്പോൾ പഠനം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ട സാഹചര്യമാണ്. മതിയായ ലാബ് സംവിധാനങ്ങളില്ല. ആരോഗ്യ രംഗത്ത് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ക്യാമ്പസുകൾക്ക് കുറഞ്ഞത് 2 ഏക്കർ വലിപ്പമുള്ള ക്യാമ്പസും ഒപ്പം അടിസ്ഥാന സൗകര്യങ്ങളും ആധുനിക ലാബും ഒക്കെ വേണമെന്നാണ് നഴ്സിംഗ് കൗൺസിലിന്റെ മാനദണ്ഡം. ഈ മാനദണ്ഡം പാലിക്കാത്തത് കാരണത്താലാണ് നഴ്സിംഗ് കൗൺസിൽ ഈ സ്ഥാപനത്തിന് അംഗീകാരം നൽകാതിരുന്നത്. സർക്കാർ സ്ഥാപനമാണ് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സർക്കാർ കോളേജ് ആണെന്ന വിശ്വാസത്തിൽ ചേർന്ന വിദ്യാർത്ഥികളുടെ ഭാവിയാണ് ഇത്തരത്തിൽ തുലാസിലായിരിക്കുന്നത്. ഈ വിഷയത്തിലാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചില വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രതിഷേധവുമായി വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കോളേജിൽ തന്നെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതിഷേധവുമായി പഠനം മുടക്കിക്കൊണ്ടുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ഇവർ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിക്കുകയാണ്. KP പത്തനംതിട്ടയിൽ നിന്നും സിജി ഉമേഷാണ് വിവരങ്ങൾ നൽകിയത്.